നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ നാളത്തെ കഥയെ കാണുന്ന ഒടുവില് സുനന്ദയുടെ വിവാഹം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി പോയി സുഭാഷിന്. സഹിക്കാൻ പറ്റുമോ സുഭാഷിന്? കാരണം സുഭാഷ് പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സുഭാഷിന്റെ മനസ്സിലെ നിധിയുണ്ട്. സുഭാഷ് തലവേദനയാന്നൊക്കെ പറഞ്ഞ് കിടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നിധി സുധീഷിനെയും ഹരീഷിനെയും ഒക്കെ വിളിച്ച് സംസാരിക്കുകയാണ്. സുഭാഷേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും സുനന്ദ തന്നെയാണ്. ആ വിവാഹം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷേട്ടൻ സഹിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മളൊന്നും വിചാരിക്കുന്നതല്ല, അതിനും അപ്പുറത്തേക്കാണ് സുഭാഷേട്ടന് സുനന്ദയോടുള്ള ഇഷ്ടം. അത് കേട്ടപ്പം സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ കല്യാണം ഉറപ്പിച്ചു, നാളെ കല്യാണമാണ്, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായെന്ന് പറഞ്ഞു. ശരിയാ, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സുഭാഷേട്ടൻ്റെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. നികേഷോട് ശരിയാ, നമ്മളാണെങ്കിൽ സുഭാഷേട്ടനെ സുനന്ദയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചല്ലേ. അന്ന് ആ സുനന്ദ ക്ഷേത്രത്തിലേക്ക് വരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നോ? നീതി പറഞ്ഞു, നമ്മളിങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പക്ഷെ അവളുടെ സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ അവളെ ഭീഷണിപ്പെടുത്തിയാണോ അവളുടെ അമ്മ അവിടെ വെച്ചോണ്ടിരുന്നതെന്ന് അറിയില്ല. അവൾ അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ഇറങ്ങി വന്നാണെന്നും അറിയില്ല. നമ്മൾ അവളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവളുടെ ഭാഗം കൂടെ നമ്മളൊന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അത് ശരിയാ, എന്നാലും അവൾ സമ്മതിക്കാതൊന്നും നടക്കത്തില്ല കാര്യങ്ങളൊക്കെ. അവൾക്ക് സമ്മതമായിരുന്നെങ്കിൽ ഇപ്പം ഈ നിമിഷമാണ് നമുക്ക് വിവാഹം നടത്താമെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, നല്ല കഥയായി. എങ്ങനെ നടത്തുമെന്ന് പറ. അവളേനി ഇങ്ങോട്ടേക്ക് വന്നല്ലേ. അതിന് അവൾക്ക് പേടി, കാരണം അവൾ മുറ്റത്തിറങ്ങോ ഇല്ലല്ലോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, പാവം സുഭാഷേട്ടൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമം. നിധി പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. സുന്ദര വീട്ടിൽ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേനും സുഭാഷേട്ടൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ശരിയാ, സുഭാഷ് ഇങ്ങനെ സുരന്ദയെക്കുറിച്ച് ആലോചിച്ച് തന്നെ കിടക്കുമായിരുന്നു. തലയൊക്കെയാണ് പൊട്ടിപ്പിളരുന്ന പോലെ സുഭാഷിന് തോന്നുക. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇന്നൊരു രാത്രി കൂടെ കഴിഞ്ഞ് നാളെ അവൾ മറ്റൊരാളുടെ ഭാര്യ ആവാനായിട്ട് പോവുക. ചിന്തിക്കുന്നതിൽ അപ്പുറമായിരുന്നു. അവന് നികേഷ് പറഞ്ഞു, എന്തൊരു കൊതുക, നല്ല കൊതുക് ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. അതെ, കഥയൊക്കെ തുറന്നു കിടക്കുക, ഞാൻ അടുക്കള കഥയൊക്കെ പോയി അടച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നിധി എന്ത് ചെയ്തു, അടുക്കള വശത്തേക്ക് വരുവാണ്. അപ്പോഴാണ് അടുക്കള വശത്തോടെ ഒരാളും കൂടെ വരുന്നുണ്ട്. നിധി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആരാന്ന് ചോദിച്ചു. വെട്ടത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ സുനന്ദ നീയോ, നീ എന്താ എവിടെയെന്ന് ചോദിച്ചു. സുനന്ദ പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി. സുനന്ദ കാര്യം എന്താ വെച്ചാൽ പറ. സുനന്ദ ഹാളിലേക്ക് വരുവാണ്. സുധീഷ് ഹരീഷു ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സുനന്ദയെ കണ്ടുകഴിഞ്ഞപ്പോൾ സുധീഷ് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നിന്റെ കല്യാണം അല്ലേ നാളെന്ന് ചോദിച്ചു. എനിക്ക് ആ കല്യാണം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേന്ന് പറഞ്ഞു. സുനന്ദയുടെ സംസാരം പുറത്തിരുന്ന് ഭാസ്കരൻ കേട്ടു. ഇത് അവളുടെ സംസാരമല്ലേ, അവളുടെ ശബ്ദമല്ലേ എന്നോർത്തോണ്ട് പെട്ടെന്ന് അകത്തേക്ക് വരുന്നു. നീ എന്തിനാടെ ഇങ്ങോട്ടേക്ക് വന്നേ? നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് നിന്റെ അച്ഛനും അമ്മയൊക്കെ കേസ് കൊടുക്കാൻ തയ്യാറായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയേക്കോണെന്ന് ചോദിച്ചു. അതെ അമ്മാവ, അങ്ങനെ ഒന്നും പറയരുന്ന് പറഞ്ഞു. ആരുടെ അമ്മാവൻ? എന്തമ്മാവൻ? പിന്നെ അമ്മാവൻ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നേക്കുന്നു. മര്യാദയ്ക്ക് പോയിക്കോ. ഇനി ഇവിടെ നീ വന്നതിന്റെ പേരില്ലേ അടുത്ത പ്രശ്നം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഇവിടെ കയറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലേ നിന്റെ വീട്ടുകാർ വന്ന് തല്ലും തന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും, ഞങ്ങൾ കുറ്റക്കാരാവുകയും ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അതെ സുനിത, നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല, നീ പോകാൻ നോക്കാൻ പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, നീ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നേ? നാളെയല്ലേ നിന്റെ വിവാഹം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ വിവാഹം വേണ്ട, എനിക്ക് ആ വിവാഹത്തിന് സമ്മതമല്ല. അമ്മാവൻ എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ ഒരു കാര്യം മാത്രം പറയരുത്, എന്നോട് പോകാൻ മാത്രം പറയരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സമയം അകത്ത് കിടന്ന് സുഭാഷ് ഇത് കേട്ടു. സുനിതയുടെ ശബ്ദം. സുഭാഷിനാണ് ആകെപ്പാടെ ടെൻഷനായി. സുഭാഷ് പെട്ടെന്ന് ഹാളിലേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുനന്ദ ഓടിച്ചെന്ന് ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സുഭാഷ് ചേട്ടാ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് സുഭാഷേനോടൊപ്പം ഒരു ജീവിതം മതി, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്, എനിക്ക് സുഭാഷേനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കയ്യെ പിടിച്ചിട്ട് ആ തോളത്തേക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. സുഭാഷ് പതുക്കെ സുനന്ദയും കൂടെ മാറ്റി. പിന്നീട് പറഞ്ഞു, നിനക്കറിയാലോ നിന്റെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് എതിർപ്പാണ്, നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന്. അവരൊരു വിവാഹം ഉറപ്പിച്ചിട്ടാണ്, നീ അതിനു വേണ്ടി സമ്മതിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, അങ്ങനെ പറയരുത് സുഭാഷ് ചേട്ടാ, എനിക്ക് ആ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞു. ഈ സമയം സുധീഷ് പറഞ്ഞു, എന്നിട്ടാണോ നീ കഴിഞ്ഞ പ്രാവശ്യം ഞാനും നിധി ഞങ്ങളെല്ലാവരും കൂടെ എത്ര റിസ്ക് എടുത്താന്നറിയോ ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ സുഭാഷേൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചേ. എന്നിട്ടോ കൃത്യസമയത്ത് നിന്നോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് നീ വന്നോ? ഇല്ലല്ലോ. സുഭാഷേനെ പറ്റിക്കുകയല്ലേ ചെയ്തേന്ന് ചോദിച്ചു. സുനന്ദ പറഞ്ഞു, ഞാനന്ന് അങ്ങോട്ട് വരാനായിട്ട് ഇറങ്ങിയ സമയത്ത് അമ്മ വന്നേ. അമ്മ ഒന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചു വെച്ച് എന്നെ മുറിയിൽ കൊണ്ടേ അടച്ചിട്ടു.
പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. കയ്യും കാലും തല്ലി ഓടിക്കുമെന്ന് പറയാൻ മാത്രമല്ല കുറേ തല്ലൊക്കെ തന്നായിരുന്നു. പിന്നെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഹരീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ തവണ അവർ ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കുമല്ലോ, അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? അതെ, ആരും കാണാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും നല്ല ഉറക്കുക. നാളെ നേരം വെളുക്കുമ്പോഴോ അവരൊക്കെ എഴുന്നേക്കുള്ളൂ. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. കല്യാണത്തിന് സമ്മതമല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സുഭാഷയുടെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. നിധി വന്നിട്ട് സുനന്ദയോട് പറഞ്ഞു, സുനന്ദ നിനക്കറിയാലോ, നിന്റെ വീട്ടുകാർ വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആ കൂടെ അങ്ങോട്ട് പോകത്തുള്ളൂ. പിന്നെ ഞങ്ങൾ തന്നെ നാണം കിടും. അതിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് നീ പോകാൻ നോക്കാൻ പറഞ്ഞു. ഭാസ്കർ പറഞ്ഞു, ഇവളുടെ കയ്യെ പിടിച്ച് ഇപ്പൊ തന്നെ എന്നെ ഇറക്കി വിട്ടേക്കാം. വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് ഇറക്കി വന്നേ? മര്യാദയ്ക്ക് പോടിയെന്ന് പറഞ്ഞ് കയ്യെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ നിധി പറഞ്ഞു, വേണ്ട അച്ഛാ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. സുനന്ദയോട് പറഞ്ഞു, സുനന്ദ മര്യാദയുടെ രീതിയിലാണ് ഞങ്ങളെല്ലാവരും സംസാരിക്കുന്നത്. നീ പോകാൻ നോക്ക, അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കാതെ. നിന്റെ വീട്ടുകാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അന്താരാഷ്ട്ര പ്രശ്നമാവെന്ന് പറഞ്ഞു. ആ സമയം സുനന്ദ പറഞ്ഞു, ഞാൻ പോകത്തില്ല, എന്നെ തല്ലിക്കൊന്നാൽ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞ് പോയി സുഭാഷിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് വീണ്ടും സുഭാഷിൻ്റെ തോളത്തേക്ക് ചായ വേണം. സുഭാഷയുടെ എന്നെ പറഞ്ഞു വിടല്, എനിക്ക് സുഭാഷേനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ പ്ലാന്? എനിക്ക് സുഭാഷേൻ്റെ ഭാര്യയായ മതി, എനിക്ക് വേറെ ആരുടെ ഭാര്യ ആവണ്ടെന്ന് പറഞ്ഞു. ഭാസ്കർ പറഞ്ഞു, കൊള്ളാം, നല്ല കഥ. നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടുകാർ നിന്നെ തുണ്ടും ആക്കും. വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഞങ്ങൾക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇവിടെ കഴിയണം. അല്ലെങ്കിൽ നീ എന്ന മാറണം. കാരണം കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ലളിത എന്ന് പറയുന്നവൾ എന്നെ ചീത്ത പറയും. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണേന്ന് ചോദിച്ചു. അങ്ങനെ പറയരുത് അമ്മാവ, എനിക്ക് സുഭാഷേനല്ലാതെ വേറെ ആരെയും വേണ്ട. സുനന്ദ ഒന്ന് കരയുവാണ്. എല്ലാവരും ആകെപ്പാടെ കൺഫ്യൂഷനായി. ആ സമയം സുഭാഷിൻ്റെ അടുത്ത് സുധീഷ് ചോദിച്ചു, അല്ല സുഭാഷേൻ്റെ തീരുമാനം എന്താ? സുഭാഷ് പറഞ്ഞു, ഇതൊന്നും ശരിയാകത്തില്ല. കാരണം ഇവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? സുനന്ദ നീ പോകാൻ നോക്ക്, ഇതൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സുനന്ദ പറഞ്ഞു, സുഭാഷേനല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേറെ ആരുടെ മുന്നിൽ താലി കെട്ടാൻ ഞാൻ തല കുനിച്ചു കൊടുക്കില്ല. ഇത് ഞാൻ പറയുന്ന വാക്കാ, ഞാൻ ചത്ത് കളയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ അവിടെ ഇരുന്നു. അപ്പോഴേക്കും നിധി പോയി സുനന്ദയെ പിടിച്ചെഴുന്നേപ്പിച്ചു. ഇങ്ങനെയൊന്നും പറയരുത് സുനന്ദ, വെറുതെ മനസ്സിന് ഓരോ ടെൻഷൻ കൊടുക്കാതെ. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, എന്നാ സുഭാഷേട്ടൻ പറ, എന്ത് ഞാൻ പറയേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ കഴുത്തിൽ താലി ആർത്താന്ന് പറ. താലി ആർത്താനോ? അതെ. സുധീഷ് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഞങ്ങളുടെ താലി കെട്ട് നടത്തിയേക്കാന്ന് പറഞ്ഞു. സുഭാഷ് ചോദിച്ചു, ഇപ്പൊ താലി കെട്ട് നടത്താനോ? പിന്നെ അല്ലാതെ അവളുടെ വീട്ടുകാരെന്താണെങ്കിലും ഇത് എണീറ്റ് വരാൻ കുറെ ലേറ്റ് ആവൂലേ? ഭാസ്കരൻ പറഞ്ഞു, നല്ല കഥയായി. കല്യാണ തലേന്ന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവളെ തനിച്ചവിടെ കിടത്തിയിട്ട് രാവിലെ വരെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നവരാണ് ആ വീട്ടുകാർ. ഒരിക്കലുമല്ല. നേരം വെളുക്കുന്നോളം വരെ സമയമുണ്ടെന്ന് പറഞ്ഞ് വെറുതെയാ. കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ അന്വേഷിച്ച് വരും, എന്തെങ്കിലും ചെയ്യണം, നേരത്തെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. സുധീഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് താലികെട്ട് നടത്താമെന്ന് പറഞ്ഞു. അല്ല, അത് ഈ സമയത്ത് എങ്ങനെയാണ് നടത്തുന്നേ? കാരണം രാത്രി സമയത്താണ്, ക്ഷേത്രത്തിലൊക്കെ വെച്ചിട്ട് താലികെട്ട് നടത്തണ്ടേ? ഭാസ്കരൻ പറഞ്ഞു, അതെ, തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്നല്ലേ പറയണേ. നിറവൾക്ക് കൊളുത്തി അതിന് മുന്നിൽ വെച്ച് താലികെട്ട് അങ്ങ് നടത്തിയാൽ മതി. നിധി പറഞ്ഞു, ശരിയാ, താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഹരീഷും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും വേണം താലികെട്ട് നടത്തണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവളെയും കൊണ്ട് വേറെ എങ്ങോട്ടേലും പോവാം. അവിടെ എവിടെയെങ്കിലും ചെന്നിട്ട് വേറെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടൊക്കെ ഗംഭീരമായിട്ട് നടത്താമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു, നിനക്കെന്താടെ തലയ്ക്ക് ബോധമില്ലേ? ആ വീട്ടുകാർ അങ്ങനെ കിടന്ന് ഉറങ്ങത്തൊന്നുമില്ല. നമ്മളിവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്ത് അവരിങ്ങോട്ടേക്ക് വരും. അവർ വന്ന് ഇവളെ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. 2 കൊടുത്ത് വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. സുനന്ദ പറഞ്ഞു, ഇനിയിപ്പോൾ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ വീട്ടിലേക്ക് പോകത്തില്ല അമ്മാവ. അമ്മാവൻ ആ കാര്യത്തിൽ പേടിക്കണ്ട, എന്നെ അങ്ങനെ അവിശ്വസിക്കരുത്. അമ്മാവൻ്റെ കാല് വേണം ഞാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. സുഭാഷിനോട് ചോദിച്ചു, നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ നിന്റെ തീരുമാനം അറിയണം. എനിക്ക് സുനന്ദ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ലെന്ന് സുധീഷ് പറഞ്ഞു. അല്ല, താലി കെട്ടണമെങ്കിൽ താലി വേണ്ടെന്ന് ചോദിച്ചു. ഈ പാതിരാത്രിക്ക് എവിടുന്ന് താലി കിട്ടാനാ എന്ന് ഹരീഷ് ചോദിക്കണം. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, അതാണോ ഇപ്പം വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അന്ന് അന്ന് സുനന്ദയുടെ കഴുത്തിൽ താലി ആർത്താനായിട്ട് ഒരു താലി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സുധീഷ്. ആ താലി അന്ന് പൂജാരി തിരികെ കൊടുത്തു വിട്ടെ. അപ്പോൾ ആ താലി എടുത്തു വന്നിട്ട് താലിയുടെ കാര്യം സോൾവ് ആയില്ലേ, അന്നത്തെ ആ താലിയാ, ഇതങ്ങോട്ട് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഒന്നായ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സുനന്ദയുടെ വീട്ടുകാർ വന്നാലും സുനന്ദരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭാര്യയല്ലേ എന്ന് ചോദിച്ചു സുഭാഷേൻ്റെ. അത് ശരിയാ, നിധി പറഞ്ഞു. അതിനുശേഷം നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കാം, ഭീഷണി ഉണ്ടോയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ആവണം.
ഇനിയിപ്പോൾ അധികം സമയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യത്തിനൊക്കെ ഒരു തീരുമാനമായി. സുഭാഷിൻ്റെ സുനന്ദയുടെയും കൂടെ വിവാഹം നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നാളെ കാത്തിരിക്കാട്ടോ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് ഞാൻ വരാട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.